പൊന്നിശോമേനസാൻ മിസ്റ്റ് മൈക്ക് മഹിത്തിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 25ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങൾ എല്ലാവരും ഇന്നലത്തെ സർപ്രൈസ് കണ്ട് സർപ്രൈസ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും സർപ്രൈസ് ആയിപ്പോയി. അതെനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതേ അല്ല. അതുകൊണ്ട് എല്ലാവരും എന്നോടൊന്ന് ക്ഷമിച്ചേക്ക്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 ചാപ്റ്റർ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ബിക്കോസ് നല്ലൊരു കിടിലൻ ക്ലിഫ് ഹാങ്ങർ എനിക്ക് കൊണ്ട് നിർത്തണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ബിക്കോസ് അതുപോലത്തെ ഒരു ക്ലിഫ് ഹാങ്ങറിലായിരിക്കും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും നാളെ തന്നെ വന്നേക്കും. അപ്പോൾ അതൊന്നും മിസ്സാക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ബ്ലൂ സ്പിരിറ്റ് ചോദിക്കുകയും ചെയ്യും, അല്ല മോർട്ടൽ, നീ എന്താണ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാഞ്ഞത്? എനിക്കറിയാം, അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയതുപോലെ നിന്നുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാനായിട്ടല്ലേ. അല്ല, സത്യം പറഞ്ഞ റെയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അല്ലായിരുന്ന. അവൾ കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റഡ് ആണ്. കാര്യം അവൾക്ക് അവളെപ്പോലെ ഇരിക്കുന്നൊരു ബോഡി കിട്ടേണ്ടതായിരുന്നല്ലോ. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഒരു അസോസിയേഷൻ ലീഡറിന്റെ ഡിസിപ്ലിന്റെ ബോഡി നമ്മുടെ കിട്ടുന്നത് സത്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഈസി ആക്കാതില്ലേ. ബ്ലൂ സ്പിരിറ്റ്, നിനക്കത് മനസ്സിലാകട്ടാണ്. അത് ശരിക്കും റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അതിലുപരി ഇപ്പം ഞാൻ അവളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്ന ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. യുർലിയാങ്, അവനാണ് സീനിയർ ഡിസിപ്ലിൻ. എനിക്ക് തോന്നുന്നത് അടുത്ത അസോസിയേഷൻ ലീഡർ ആകാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അവനിലാണ്. സോ ഇപ്പൊ അവളുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അവനെ എന്റെ എനിമിയാക്കി മാറ്റും. അതെന്തായാലും എനിക്കിപ്പോ ആഗ്രഹമില്ല. കുഴപ്പമില്ല, ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ, ഇനി തിരിച്ചു പോകാമെന്ന് പറഞ്ഞ അവർ നിലത്തേക്ക് ഇറങ്ങിയപ്പോഴാണ്, അല്ല അത് ശരിയാണ്, ഞാനിപ്പോൾ ക്ലോസറിലേക്ക് വന്നപ്പോഴാണ് അതിനെപ്പറ്റി ശ്രദ്ധിച്ചത്. കാണുന്നത് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതേ സമയം ആ റൂമിൻ്റെ അന്ന് ഒരു ഡിമോണിക്കുള്ള എനർജി അവിടുന്ന് വരുന്നത് ഡിമോണിക്കുള്ള ക്യൂഐ തന്നെയാണ്. അല്ല, ആ റൂമിനെ പറ്റിയല്ലായിരുന്ന ആ ഗാർഡ് പറഞ്ഞത്? ശരിയാണ്. അല്ല, അതെന്താണ്? പിന്നെ കാണുന്നത് ആ റൂമിൻ്റെ അകത്ത് ഒരു ചെറിയൊരു വുഡൻ ബോക്സ്. അതിൻ്റെ അന്ന് ആ ഡിമോണിക്കുള്ള എനർജി ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇത് ശരിക്കും സ്ട്രെയിഞ്ച് ആണല്ലോ. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ട് അവൻ നേരെ തിരിഞ്ഞു നോക്കിയത്. അല്ല, ഈ പുസ്തകങ്ങൾ എല്ലാം തന്നെ പോയോ? ഈ സമയത്ത് ജിയോണിന് മനസ്സിലായി ഇതാണ് അവന് പറ്റിയ സമയമെന്ന്. അങ്ങനെ അവൻ കാലെടുത്ത് ആ റൂമിലേക്ക് വെച്ചപ്പോഴാണ് ജിയോങ് ആ ശബ്ദം പെട്ടെന്ന് അവനെ ഞെട്ടിച്ചു കളഞ്ഞു. അല്ല, ഈ ശബ്ദം ജിയോങ് എവിടേക്ക് വാ? ഞാനിവിടെ ഒറ്റയ്ക്കാണ്. അവന്റെ അപ്പൂപ്പന്റെ രൂപവും അവന്റെ അപ്പൂപ്പന്റെ ശബ്ദവും അവനെ കേൾക്കാൻ സാധിച്ചു. നാശം. മോർട്ടൽ, എന്തു പറ്റി? അല്ല, നിനക്ക് അവനെ കാണാൻ പറ്റുന്നില്ലേ? എന്ത്? ഹോ, അപ്പോൾ അതൊരു ഇല്യൂഷനാണ്. കൊള്ളാം, നീ വല്ലവന്റെ ഇല്യൂഷനിൽ പോയി പെടാൻ പോകുവാണോ? ഒരിക്കലും ഇല്ല. പക്ഷേ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ അപ്പൂപ്പനെ ഞാൻ ഇവിടെ വെച്ച്. ഇൻഫീരിയർ ആണുള്ള സ്പിരിറ്റ്, നിനക്ക് എത്ര ധൈര്യം കൊണ്ടിട്ടാണ് നീ എന്നെ ഇന്ററപ്റ്റ് ചെയ്തത്? ഇൻഫീരിയറാ? ആരാണ് ഇൻഫീരിയർ എന്ന് പറഞ്ഞ് ബ്ലൂ സ്പിരിറ്റ് അപ്പ കിടന്ന് ഉച്ച ഉണ്ടാക്കുന്നുണ്ട്. മനുഷ്യ, വന്നീ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്ക്. നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ റൂളർ ഓഫ് ദി ഡെത്ത് നിനക്കൊരു ആഗ്രഹം നിറവേറ്റി തരുന്നതായിരിക്കും. അപ്പൊ കൊള്ളാം, ഇനി നീ പ്രഗ്നന്റ് ചെയ്യത്തില്ലായിരിക്കും അല്ലേ? അതെ, അവൻ എന്തായാലും ഒരു ബോഡി ഇല്ല, പിന്നെ എന്ത് ചെയ്യാനാണ്? എന്ത്? മോർട്ടൽ, എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഒരു സീൽഡ് മോൺസ്റ്റർ എന്നാണ്. ആ ഒരു ക്രാക്ക് പതുക്കെ ഉണ്ടായതായിരിക്കും. അതിൻ്റെ അതിനുശേഷമായിരിക്കണം അവൻ്റെ എനർജി പുറത്തു വരാനും ഇപ്പം നമ്മളോട് സംസാരിക്കാനും പറ്റുന്നത്. ഞാൻ വിചാരിച്ച് എനിക്ക് ഭാഗ്യമുണ്ടെന്ന്. കാര്യം നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കാൻ സാധിച്ചല്ലോ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്തായാലും ഈ ഒരു ഇൻഫീരിയറുള്ള സ്പിരിറ്റിൻ്റെ കൂടെയുള്ള കാരണം നീ ശരിക്കും ഒരു ഭ്രാന്തനായിരിക്കും. അല്ല, നിനക്ക് എൻ്റെ ഒരു മന്ത്രവാദിയായിട്ട് കൂട്ടാം. മന്ത്രവാദിയോ? ഓ, നീ ചിലപ്പോൾ അവനെ പോലെ ആയിരിക്കും. ആ 3 കണ്ണുള്ള ഒരുത്തൻ അവൻ അവസാനമായിട്ട് ഇവിടെ വന്നത്. ആര്? അതെ, കേട്ടതുപോലെ തന്നെ ഒരു 3 കണ്ണുള്ള ഒരുത്തൻ ഇവിടേക്ക് വന്നിരുന്നു. അവനൊരു മിത്തിക്കൽ ക്രീച്ചറാണ്, മനുഷ്യരൂപത്തിൽ ജനിച്ചത്. ആൾക്കാർ പറയുന്നത് ഇതുപോലെ ഒരു ജനിക്കുന്ന നേരത്തെ തന്നെ അത് മിസ്ഫോർച്യൂനും ഡിസാസ്റ്റേഴ്സും കൊണ്ടുവരുമെന്നാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ ജനിക്കാൻ നേരത്ത് അപ്പോൾ തന്നെ കൊല്ലാറാണ് പതിവ്. 3 കണ്ണുള്ളൊരുത്തനോ? എന്തായാലും അവൻ വന്നതിന് ശേഷം എൻ്റെ ഒച്ച എന്നല്ല എൻ്റെ പ്രസൻസ് പോലും ആർക്കും സെൻസ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഞാൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാത്തത് പോലെ. ഇല്ല, അത് ഇമ്പോസിബിൾ ആണ്. അങ്ങനെ ചെയ്യുന്നത് അത് നേച്ചറിന്റെ റൂൾസിന് തന്നെ എതിരല്ലേ? ഇംപ്രസീവ്. നിന്നെ പോലെ ഒരു ഇൻഫീരിയർ ആയുള്ള സ്പിരിറ്റിന് ഇതിനെപ്പറ്റിയൊക്കെ അറിയാലോ. ആരാടാ നിന്റെ ഇൻഫീരിയർ? മര്യാദക്ക് നീ അത് വിളിക്കാൻ നിർത്തിക്കെന്ന് പറഞ്ഞ് ബ്ലൂ സ്പിരിറ്റ് കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ബ്ലൂ സ്പിരിറ്റ്, നമുക്ക് എന്തായാലും നോക്കിയാലോ. എനിക്കറിയാം നീ അത് തന്നെ ചെയ്യത്തുള്ളെന്ന്. എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നിനക്കല്ലെങ്കിലും ഈ ഫെമിലിയർ ഉള്ള സ്പിരിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഹരമായിട്ട് വരുവാണല്ലോ. ആദ്യം അവൻ്റെ ഡിമോണിക്യോ അതൊന്ന് ഡിക്രീസ് ചെയ്. എന്തായാലും അത് ചെയ്യാൻ പോകുമായിരുന്നു. മനുഷ്യ, നീ എന്നെ ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുവാണ്. ഞാനിവിടെ ട്രാപ്പ് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റൂളർ ഓഫ് ദി ഡെത്ത് എന്നുള്ള കാര്യം മറക്കണ്ട. നീ നിന്റെ അപ്പൂപ്പനെ ശരിക്കും മിസ് ചെയ്യുന്നില്ലേ? അത് സത്യം പറഞ്ഞാൽ ജിയോങ്ങിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ശരിയാണ്, നിനക്ക് പുറത്ത് വരണമെന്നല്ലേ പറഞ്ഞത്? ഞാൻ നിന്നെ പുറത്ത് കൊണ്ടുവരാം. അത് തന്നെ, ഇത് തുറക്ക്. പക്ഷേ അതിനു മുമ്പ് പെട്ടെന്ന് അവൻ നിന്റെ കൈ മുമ്പിലേക്ക് വെച്ച് നിന്റെ ക്യൂഐ അതെനിക്ക് കുറച്ച് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ്
അവൻ അവൻ്റെ റിച്വൽ ഓഫ് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്ത് അവൻ്റെ എനർജി എല്ലാം അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങി. നിർത്ത്, നീ എന്താണ് ചെയ്യുന്നത്? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇത് ഞാൻ വിചാരിച്ചാലും കൂടുതൽ ക്യൂ ഉണ്ടല്ലോ. ശരിയാണ്, കുറച്ചധികം. ഇങ്ങനെ ഇരുന്നെങ്കിൽ അല്ല, ഇത് ഏകദേശം 50ഓളം ജീവൻ എടുക്കുന്ന തന്നെ ക്യൂ എനിക്ക് നിസ്സാരമായി തന്നെ എൻ്റെ എൻ്റെ ക്യൂ നിർത്തുന്ന പറഞ്ഞ് അത് ഉച്ചത്തിൽ കിടന്ന് അലറുന്നുണ്ട്. പക്ഷേ ജിയോങ്ങിന് എന്തോ അവനെ അലട്ടുന്ന പോലെ തോന്നി. അല്ല, ഈ ഒരു ഫീലിംഗ് മോർട്ടൽ, അത് മതി. അവൻ എന്തായാലും വീക്കായിട്ടുണ്ട്. ഇനി എന്തായാലും അവനെ നിന്റെ ഫെമിലിയർ സ്പിരിറ്റ് ആക്കിയേക്ക്. എങ്കിൽ ശരി. പക്ഷേ ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു ബോക്സിൽ ആ ഒരു ക്യൂയെ യൂസ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്തെടുത്ത നിമിഷമാണ് വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായത്. ആൻഡ് അവൻ അറ്റാക്ക് ചെയ്ത അവൻ്റെ കൈ തന്നെ കിടന്ന് വിറക്കുവാൻ തുടങ്ങി. ആ ബോക്സ് പതുക്കെ പൊട്ടുകയും അടുത്ത നിമിഷം അടിമുടി ജിയോങ് വിറച്ചു പോവുകയും ചെയ്തു. പെട്ടെന്ന് അവിടെ ഒരു ശാന്തത ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ജിയോങ് വിയർത്ത് ഒലിക്കാനിട്ട് തുടങ്ങി. ബ്ലൂ സ്പിരിറ്റും സത്യം പറഞ്ഞ ആ ഒരു എനർജി കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുമായിരുന്നു. എനിക്കറിയാമായിരുന്നു നിന്റെ കയ്യിൽ ഡെത്ത് ക്യൂ ഉണ്ടായിരുന്നു. കുറച്ചധികം ഡെത്ത് ക്യൂടെ മാത്രം അവശേഷിക്കുന്നുള്ളായിരുന്നു ഈ സേക്രട്ടിയുടെ ഈ ഒരു ചെസ്റ്റ് നശിപ്പിക്കാനായിട്ട്. പക്ഷെ ഒരു മനുഷ്യൻ ഇത്രത്തോളം ഡെത്ത് ക്യൂ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ശരിക്കും ലക്കിയാണ്. നാശം, ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. അത് ശരിക്കും വീക്കായതുപോലെ അഭിനയിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു സാധനം മുകളിലേക്ക് വന്ന് അതങ്ങോട്ട് വിടർന്നു ചെയ്യുന്നു. അത് ശരിക്കും മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പിന്റെ പെയിന്റിംഗ് ആയിരുന്നു. പെട്ടെന്നാണ് അതിൻ്റെ അകത്തുനിന്ന് ഒരു ഡിമോണിക്കുള്ള എനർജി റിലീസ് ചെയ്യപ്പെട്ടത്. അതൊരു ബീയിങ് ആണെന്ന് അവന് മനസ്സിലായി. പെട്ടെന്ന് ആ പടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കാല് പുറത്തേക്ക് വന്നു. എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോർട്ടൽ, ഇത് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആ ഒരു ഇമെൻസ് ഉള്ള ഡിമോണിക്കുവെ ഒരു ഒറ്റ സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ബുക്ക് ഓഫ് ക്ലാസിക് ഓഫ് മൗണ്ടൻസ് ആൻഡ് സീസിൻ്റെ അത് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. അതിൻ്റെ അത് റിലീജിയൻസും മിത്തിക്കൽ ക്രീച്ചേഴ്സും അതേപോലെ അർബൻ ലെജൻസിനെ പറ്റിയും പറയുന്നുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ കിമിമോറിയൽ കുറച്ചധികം ബീങ്സ് ഉണ്ട്. അവർ ശരിക്കും ഹയർ ആയുള്ള ഡയമെൻഷനിലാണ്. അതായത് ഒരാൾക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്ത ഉയരത്തിലാണ്. അവരെ റെഫർ ചെയ്യുന്നത് സമയത്തിന് മുമ്പ് എക്സിസ്റ്റ് ചെയ്തിരുന്ന കുറച്ചധികം ആൾക്കാരായിട്ടാണ്. അതുതന്നെയാണ് അവനവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഒരു സേക്രഡ് ബീസ്റ്റ് റിലത്തിലുള്ള ഒരു കിമിമോറിയോ. ലിറ്ററലി അവൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു മോൺസ്റ്റർ ആയിരുന്നു. എന്താടാ, നീ പേടിച്ച് വിറക്കുകയാണോ? ഒംനിയസ് ബീസ്റ്റ്, സ്ട്രേഞ്ച് ബീസ്റ്റ്, മിത്തിക്കൽ ബീസ്റ്റ്, ഡിമോണിക് ബീസ്റ്റ്, സേക്രഡ് ബീസ്റ്റ്, ഏറ്റവും മുകളിൽ ഡിവൈൻ ബീസ്റ്റ്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം മറ്റൊരെണ്ണമുണ്ട്, എറ്റേണൽ ബീസ്റ്റ്. അത് മിത്തക്കൽ റിലത്തിലുള്ള ബീസ്റ്റാണ്. അവരെ ലെജൻഡറി ബീങ്സ് എന്നാണ് വിളിക്കുന്നത് തന്നെ. അതിൻ്റെ ഒരു പ്രസൻസ് മാത്രം മതി നമ്മുടെ ശരീരത്തിന് തൊലി വലിച്ചു കയറുന്ന പോലെ തല നേരെ നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും. ഈവൻ ബ്ലൂ സ്പിരിറ്റ് വരെ ഒന്നും മിണ്ടാതെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുവാണ്. കാര്യം എനിക്ക് അവൾക്ക് ഉറപ്പാണ്, ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു എറ്റേണൽ ബീസ്റ്റാണ്. ഒരു ഡിഫറെൻറ്റ് ഡയമെൻഷനിലുള്ള ഒരു കലാമിറ്റിയാണ് ഇവിടെ നിൽക്കുന്നത്. ആ സമയത്ത് അവൻ്റെ വിരലൊന്ന് താഴത്തേക്ക് ആക്കിയതേ ഉള്ളൂ. അടുത്ത സെക്കൻഡ് ഇമ്മൻസായുള്ള പ്രഷർ ജിയോങ്ങിൻ്റെ ശരീരത്ത് അനുഭവപ്പെടുകയും അവൻ നേരെ നിലത്ത് വന്ന് പതിക്കുകയും ചെയ്യും. എൻ്റെ ദൈവങ്ങളെ, നിന്നെ അങ്ങോട്ട് ക്രഷ് ചെയ്ത് കൊല്ലാനാണ് നോക്കിയത്. പക്ഷേ നാശം, ഇത്ര നാളെ സീൽ ഓഫ് ചെയ്തിട്ട് നിനക്കെങ്ങനെയാണ് ഇത്രയധികം ശക്തിയുള്ളത്? ശക്തിയുള്ളതെന്നോ? എടാ, 1000ഓളം വർഷങ്ങൾ ഞാനിവിടെ കിടന്നത് കൊണ്ട് എൻ്റെ പവേഴ്സ് വീക്കണായി കാണും എന്നും പറഞ്ഞുകൊണ്ട് നിന്നെപ്പോലൊരു കീടമാണോ എന്നെ ജഡ്ജ് ചെയ്യുന്നത്? കീടമോ? അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പവർ ഗ്യാപ്പ് അത്രത്തോളം വലുതാണോ? സത്യം പറഞ്ഞാൽ ഇവൻ ഇവൻ ശരിക്കും അവൻ്റെ വീക്കിനുള്ള സ്റ്റേറ്റിൽ തന്നെയാണോ? നീ ശരിക്കും ഡെഫിനറ്റ്ലി യൂണീക്കാണ്. പെട്ടെന്ന് അവൻ്റെ ഉടുപ്പിൻ്റെ അകത്ത് ബ്ലൂ സ്പിരിറ്റിനെയും സോഹനെയും അവൻ വലിച്ച് അടുപ്പിക്കുന്നുണ്ട്. നീ സ്പിരിറ്റിനെ കയ്യിൽ കൊണ്ട് നടക്കുമെന്ന് പറയാൻ നിർത്ത് മോസ്റ്റർ. പെട്ടെന്ന് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് അതും പൊട്ടിച്ച് പുറത്തു വന്ന് സോഹൻ എടുത്തുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി. അത് കൊള്ളാം, ഒട്ടും മോശമൊന്നും അല്ലല്ലോടി നീ. കുറച്ച് നാളായി എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അവൻ വാ തുറന്നതും ബ്ലൂ സ്പിരിറ്റിനെ അവൻ ബാക്കിലേക്ക് വലിക്കാൻ തുടങ്ങി. ലിറ്ററലി അവൻ അവളെ കഴിക്കാൻ തുടങ്ങി. ഞാൻ റൂളർ ഓഫ് ദി ഡെത്ത് ആണ്. നീയെന്നും ആ കാര്യം മറക്കണ്ട. നിന്റെ സ്പിരിച്വൽ പവർ എന്തായാലും എനിക്ക് ഉപകാരപ്പെടും. ഞാനായിരിക്കും നിന്റെ മാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ ജിയോങ് ഒരു സൈഡിൽ നിന്ന് പെട്ടെന്ന് അവിടേക്ക് ഓടി വന്ന്, ഓ അങ്ങനെയാണോ? പെട്ടെന്ന് തന്നെ കൈ ഉയർത്തി. അടുത്ത സെക്കൻഡ് ജിയോങ് നേരെ റൂഫിൽ പോയി പതിച്ചു. അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. പിന്നെ അവൻ കൈയുടെ സൈഡിലേക്ക് മാറ്റിയപ്പോൾ ജിയോങ്ങിന്റെ ശരീരം പല സ്ഥലത്ത് ഇടിച്ചിടിച്ചിടിച്ച് അവനൊരു പരുവമായി മാറി. നാശം, എന്റെ മാസ്റ്ററിനെ വിടറാന്ന് പറഞ്ഞ് സോഹ പെട്ടെന്ന് അവന് ചങ്ങല കൊണ്ട് പിടിച്ച് കെട്ടാനായിട്ട് നോക്കി. കൊള്ളാലോ,
നിനക്ക് കുറച്ചധികം ഹിഡനുള്ള സ്ലീവ്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ ചങ്ങലെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. പക്ഷെ നിന്റെ പ്രഷ്യസ് അല്ല ശരീരത്തെ തൊട്ടേനുള്ള ഭവിഷ്യത്ത് അനുഭവിച്ചു എന്ന് പറഞ്ഞ് സോഹയുടെ 2 കൈകളും അവൻ അറുത്തു മാറ്റി. വേദന കൊണ്ട് സോഹ അലറിയും നിലത്ത് വീഴുന്നുണ്ട്. ജിയോങ്ങിന് ഒന്ന് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ആ ഒരു അവസ്ഥയിൽ അവൻ അവിടെ കിടന്നു. ഒരു സൈഡിൽ ജിയോങ്, മറ്റൊരു സൈഡിൽ സോഹ, പിന്നെ ബ്ലൂ സ്പിരിറ്റും. നാശം, ഞാനൊരു വലിയ തെറ്റ് ചെയ്തല്ലേ. ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ നീ ചിരിക്കുന്നു. ഞാനോർത്തു നീ പേടിച്ച് വിറക്കുമെന്നാണ്. അല്ല, ഇവിടെ എന്താണ് സംഭവിച്ചത്? പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. അല്ല, നീ നീ ആരാണ്? നീ നീയല്ലേ അവൻ. എനിക്ക് നിന്നെ കഴിക്കണമെന്ന് പറഞ്ഞ് അവന്റെ കൈ മുമ്പിലേക്ക് ഉയർത്തിയപ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒന്നും തന്നെ സംഭവിച്ചില്ല. അല്ല, ഇത് ആ ഒരു റെഡ് ലൈൻ കാരണമാണോ? 3 ഇയേഴ്സ് അവൻ ഞാനെങ്കിൽ തനിയെ പുറത്തിറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ആ നേരെ മുന്നിലേക്ക് നടന്നു. നടന്നു വന്നപ്പോൾ തന്നെ ആ ഒരു ഗാർഡ് പുറത്തേക്ക് ഓടി. അവൻ ആ വര വന്ന് ചവിട്ടിയപ്പോഴാണ് പെട്ടെന്ന് ഒരു ബാറ്ററി അവിടെ വന്ന് അതിനെ പുറകിലേക്ക് തള്ളി മാറ്റിയത്. ഇത് നമ്മുടെ ജിയോങ് അപ്പം തന്നെ ശ്രദ്ധിച്ചു. ഓടി രക്ഷപ്പെടുന്നു പറഞ്ഞ് അടുത്ത നിമിഷം തന്നെ ജിയോങ്ങും ബ്ലൂ സ്പിറ്റും സോഹയും കൂടെ പുറത്തേക്ക് ഓടാൻ നോക്കി. അതിന് നിന്നൊക്കെ വിട്ടിട്ട് വേണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ജിയോങ്ങിനെ മാത്രമാണ് അവനെ പിടിച്ച് ബാക്കിലേക്ക് വലിച്ചിടാൻ തോന്നിയത്. അല്ല, മോർട്ടൽ മാസ്റ്റർ, നീ ശരിക്കും ഫാസ്റ്റ് ആയിട്ടുള്ള തിങ്കറാണ്. സെക്കൻഡുകൾ കൊണ്ട് തന്നെ നീ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കിയില്ലേ? പക്ഷേ എന്താ പറയാ, ഞാൻ ശരിക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള പൊസിഷനിലാണ്. ആ നായ കാരണം എനിക്ക് എൻ്റെ പവർ അങ്ങോട്ട് ആ ആ ഒരു ഓഫർ ബാക്കിയുണ്ട. എന്ത്? നീ നീ എനിക്കൊരു ഓഫർ തന്ന ഓർമ്മയില്ലേ? നിന്നെ പുറത്തിറക്കിയ എനിക്ക് എനിക്കൊരു സഹായം ചെയ്യാന്ന്. ഓഫറോ? അതെ, നീ നീ പുറത്ത് വന്നത് ഞാൻ കാരണമല്ലേ? അപ്പൊ പിന്നെ നീ ശരിക്കും റിഡിക്കുലസ് ആണ് കേട്ടോ. എങ്ങനെയാടാ നീ ഇത് ചെയ്യുന്നത്? നീ ശരിക്കും ഗ്രീഡി ആകുകയല്ലേ? കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷെ സ്ട്രേഞ്ച് എന്നാന്ന് വെച്ചാ നീ ഇപ്പോഴും എന്നെ കണ്ട് പേടിച്ചിട്ടില്ല. അതോ നിനക്ക് ഈ സിറ്റുവേഷന്റെ ആഴം മനസ്സിലാകാഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ജിയോങ്ങിന്റെ കൈ അവൻ തിരിച്ചങ്ങോട്ട് ഒട്ടിച്ചു കളഞ്ഞു. എന്നാൽ അലർന്നതിന് പകരം അത് കടിച്ചമർത്തിട്ട് പറയുകയും ചെയ്യും, എന്തായാലും എനിക്കറിയാം. ഹാ, അത് കൊള്ളാം. നീ എന്നിട്ടും പിടിച്ച് നിൽക്കുന്നുണ്ട്. നിന്റെ 2 കാലുകൾ പോയാലും നീ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? എനിക്കൊരു കുഴപ്പമില്ല. എനിക്കറിയാം നിനക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റത്തില്ലെന്ന്. നീ എന്നെ കൊന്നു കഴിഞ്ഞാൽ ഒട്ടും പറ്റത്തില്ലെന്ന്. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് എൻ്റെ ലൈഫിനെ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടേണ്ടി വരുമെന്നാണ്. ഏ, അതല്ല. ഒരാൾ ജനിച്ചാൽ എന്തായാലും മരിക്കണമെന്ന് എനിക്കറിയാം. പക്ഷേ എന്നിട്ട് നീ എന്തിനാടാ നിന്റെ ജീവനോട് ഇവിടെ കിടന്ന് കെഞ്ചാത്തത്? കാര്യം, എനിക്ക് കൊല്ലണ്ട ഒരുത്തന്നെ ഇപ്പോഴും ജീവനോടെയുണ്ട്. റിവെഞ്ച്, അതെനിക്കിഷ്ടമായി. അതെന്തായാലും എൻ്റെ ഇൻട്രസ്റ്റിൽ വരികയും ചെയ്തു. എനിക്കെന്തായാലും ഇനി ഇവിടെ വലിയ കാര്യമൊന്നും ചെയ്യാനില്ല. അപ്പോൾ പിന്നെ നിനക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. എങ്കിയൊക്കെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്തു. ഞാൻ എന്തായാലും നല്ലൊരു മൂഡിലാണുള്ളത്. നിലത്ത് വീണ അടുത്ത നിമിഷം തന്നെ ജിം അവൻ്റെ കയ്യിൽ കയറി പിടിച്ച് തിരിച്ചങ്ങോട്ട് ഓടിച്ച് അത് റെഡിയാക്കുന്നുണ്ട്. എൻ്റെ പൊന്നു, നീ ശരിക്കും ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഈ കൈ എന്തായാലും കുറച്ച് നാളത്തേക്ക് നോർമൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് എനിക്ക് ഒറ്റ ചാൻസേ ഉള്ളൂ. ഒരൊറ്റ സ്പ്ലിറ്റ് സെക്കൻഡ് മാത്രം. മനുഷ്യ, നിനക്കൊരു തെറ്റ് പറ്റി. ഞാൻ എന്തിനാടാ നീയുമായിട്ട് ഇവിടെ നെഗോഷിയേറ്റ് ചെയ്യുന്നത്? എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിന്റെ ശരീരം കൈക്കലാക്കാവുന്നതേ ഉള്ളൂ. നാശം, മൂഞ്ചിയെന്നാ തോന്നുന്നത്. ഞാൻ മനുഷ്യരെ വിശ്വസിക്കാറില്ല. പക്ഷേ ഈ എറ്റേണൽ ബീസ്റ്റ് അതിലും വേഴ്സാണെന്നുള്ള കാര്യം ഇവൻ എനിക്കൊരു സ്മോൾ ചാൻസ് പോലും തന്നില്ലല്ലോ. ഞാൻ ഞാൻ ഇങ്ങനെയാണോ മരിക്കാൻ പോകുന്നത്? അപ്പൂപ്പ, എനിക്ക് എനിക്ക് തോന്നുന്നില്ല എനിക്കിവിടെ റിവഞ്ച്. അതും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത് ഗൈസ്. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പോശം എനിക്ക് ഏകദേശം മനസ്സിലായി. ഇനിയൊന്നും പറഞ്ഞ് ഞാൻ ഒന്നും പറയുന്നില്ല. നമുക്ക് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ വീണ്ടും കാണാം.